ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകൾക്കെതിരെ ഇന്ത്യ സഖ്യം അവിശ്വാസം പരത്തുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ബൂത്ത് പിടിച്ചെടുക്കലിലൂടെ വോട്ടുകൾ നേടാമെന്ന അവരുടെ പദ്ധതി ഇനി നടക്കില്ലെന്നും അദ്ദേഹം പറഞ്ഞു. 100% VVPAT വെരിഫിക്കേഷൻ ആവശ്യപ്പെട്ടുള്ള ഇന്ത്യ സഖ്യത്തിന്റെ ഹർജി സുപ്രീം കോടതി തള്ളി. പഴയ ബാലറ്റ് പേപ്പർ വോട്ടിംഗ് സമ്പ്രദായം തിരിച്ചുവരില്ലെന്ന സുപ്രീം കോടതി ഇന്ന് ശക്തമായ വിധി പുറപ്പെടുവിച്ചിരുന്നു. ബൂത്ത് പിടിച്ചെടുക്കലിലൂടെ വോട്ടുകൾ നേടാമെന്ന ഇന്ത്യ സഖ്യത്തിന്റെ പദ്ധതി ഇതോടെ പൊളിഞ്ഞുവെന്ന് മോദി പറഞ്ഞു. ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകളെ കുറിച്ചുള്ള സംശയങ്ങൾ സൃഷ്ടിച്ചതിന് പ്രതിപക്ഷ പാർട്ടികൾ ജനങ്ങളോട് മാപ്പ് പറയണമെന്നും അദ്ദേഹം പറഞ്ഞു. EVM को लेकर जनता के मन में संदेह पैदा करने का पाप किया है, लेकिन आज देश के लोकतंत्र की ताकत देखिए, बाबा साहब आम्बेडकर के संविधान की ताकत देखिए. आज सुप्रीम कोर्ट ने अभी 1-2 घंटे पहले ही मतपेटियों को लूटने का इरादा रखने वालों को ऐसा गहरा झटका दिया है, ऐसा गहरा झटका दिया है कि उनके सारे सपने चूर चूर हो गए हैं. ഇന്ത്യയുടെ തിരഞ്ഞെടുപ്പ് പ്രക്രിയയെ ലോകം മുഴുവൻ ഇന്ന് അംഗീകരിക്കുന്നു. സാങ്കേതിക വിദ്യ പ്രയോജനപ്പെടുത്തുന്നതിലും ഭാരതത്തെ പ്രശംസിക്കുന്നു. എന്നാൽ ഇന്ത്യ സഖ്യം അവരുടെ സ്വാർത്ഥ താൽപര്യത്തിനായി വോട്ടിംഗ് മെഷീനുകളെ അപകീർത്തിപ്പെടുത്തുകയാണെന്ന് പ്രധാനമന്ത്രി മോദി പറഞ്ഞു. भारत के लोकतंत्र की, भारत की चुनाव प्रक्रिया की, भारत के चुनावों में टेक्नोलॉजी के उपयोग की वाहवाही करती है, तारीफ करती है, तब ये लोग अपने निजी स्वार्थ के लिए बदनीयत से ईवीएम को बदनाम करने पर लगे पड़े थे. इन्होंने लोकतंत्र के साथ लगातार विश्वासघात करने की कोशिश की है. ബീഹാറിലെ അരാരിയ ലോക്സഭാ മണ്ഡലം തെരഞ്ഞെടുപ്പ് റാലിയിൽ സംസാരിക്കുകയായിരുന്നു പ്രധാനമന്ത്രി മോദി. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ 2ാം ഘട്ടത്തിൽ 88 സീറ്റിലേക്കാണ് ഇന്നത്തെ വോട്ടെടുപ്പ്. നാഷണൽ ഡെസ്ക്, ജനം.